വെൽക്കം ടു മാനു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ കയ്യിലുള്ള ബാംഗിൾ കളക്ഷൻസ് ആണ്. ബാംഗിൾസ് എന്ന് പറയുമ്പോൾ കുപ്പിവള കളക്ഷൻസ് ആണ് കേട്ടോ എടുത്ത് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് വെറൈറ്റി കുപ്പിവളകളുണ്ട്. ഏകദേശം ഞാൻ എണ്ണി നോക്കിയപ്പോൾ 58 വെറൈറ്റി വളകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഏകദേശം സെയിം കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ വളകളായിട്ട് നോക്കാം. കാണിക്കുന്നത് ഈ ഒരു ഓറഞ്ച് ബാംഗിളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴും ഫാൻസിയിലൊക്കെ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൽദിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ 2 ടൈപ്പ് ഓറഞ്ച് വളയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. കാണുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുമെങ്കിൽ ഇത് പ്ലെയിൻ ആണ്, സാധാരണ കുപ്പിവളയാണ് കേട്ടോ. അപ്പം ഞാൻ എവിടെ പോയാലും എവിടെ കുപ്പിവള ഉണ്ടായാലും ഞാൻ വാങ്ങും. ഉത്സവത്തിനായിരുന്നാലും മാർക്കറ്റിൽ പോകുമ്പോഴായിരുന്നാലും ഈ പാളയ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫാൻസി സ്റ്റോറൊക്കെ കാണാം. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കളർ കാണുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കിളിപ്പച്ച കളർ വള വാങ്ങിയത് പാളയ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അധികം കാണാത്തൊരു കളറായിട്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ ഈ സാരിക്ക് കുറച്ചുകൂടെ സ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ഒരു കിളിപ്പച്ച ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഈ ഒരു ഡ്രസ്സിന് ഞാൻ മാച്ച് ആയിട്ടുള്ള വള ഇടും. പിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതൊരു നേവി ബ്ലൂ അല്ല റോയൽ ബ്ലൂ കളർ വളയാണ്. അതിങ്ങനെ വൈറ്റ് ഡിസൈൻ ഉണ്ട്. ഇത് ഏകദേശം 2 വർഷം മുന്നേ ഉള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോഴൊക്കെ ഈ ഒരു മോഡൽ ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ഞാനൊരു ബ്ലൂ വള തന്നെയാണ് എടുക്കുന്നത്. ഇതൊരു ഓഷൻ ബ്ലൂ അല്ലേ വിഷ്ണു? സ്കൈ ബ്ലൂ അല്ല, ഇതൊരു ഓഷൻ ബ്ലൂ കളറാണ്. പ്ലെയിൻ വളയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ റയർ ആയിട്ടുള്ള ഒരു കളറാണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണേ. ഞാൻ ഈ ഒരു ബേസിനിൽ ഇത് അടുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാംഗിൾ സ്റ്റാൻഡിൽ വെക്കും കേട്ടോ. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ കൊഞ്ചിറവിള ക്ഷേത്രത്തിൽ നിന്നാണോ ആറ്റുകാലിൽ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എവിടെ പോയിരുന്നാലും തൊഴുവങ്കോട് ഏത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയാലും ഞാൻ വള വാങ്ങി. എനിക്ക് കുപ്പിവള ഭയങ്കര ക്രേസാണ്. ഞാനിങ്ങനെ ഒരുപാട് കുപ്പിവളകളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും അടുത്ത ഉത്സവത്തിന് ഇരുന്ന് വള കച്ചവടം ചെയ്യാൻ പറയുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ ഒരുപാട് ഫാൻസി കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് എന്നെ എപ്പോഴും കളിയാക്കാറാണ് ചെയ്യുന്നത്. എനിക്ക് കുപ്പിവള എനിക്കിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ക്രേസാണ്. ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമുള്ള ബാംഗിൾസ് ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പം ഇതൊരു ബ്ലൂ ആണ്, ഒരു ഓഷൻ ബ്ലൂവിൻ്റെ കുറച്ചൊരു ഡാർക്കസ്റ്റ് വെർഷനാണ്. അതിൽ യെല്ലോ വരുന്നുണ്ട്, ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസ് സൈഡിൽ കാണിക്കുന്നുണ്ട് കുറച്ച് ക്ലാരിറ്റി കിട്ടാനായിട്ട്. പിന്നെ ഇത് ഇപ്പം ഞാൻ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബാംഗിളാണ്. എനിക്ക് ഈ കുപ്പിവള പ്ലെയിൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മെറ്റലാണ്. കുപ്പിവള ആണെങ്കിലും കുറച്ചുകൂടെ തിക്ക് മെറ്റലാണ്. അപ്പം ഞാൻ അത് ഇപ്പം തന്നെ ഞാൻ ഇടാൻ പോവാണേ. ഓക്കെ കയ്യിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതാണ്. ഇനി ഇതാ ഒരു പ്ലെയിൻ യെല്ലോ. ഇതും അങ്ങനെ എല്ലായിടത്തും കാണുന്നതല്ല. ഞാൻ ആറ്റുകാല ഉത്സവത്തിനാണ്, ഇത്തവണത്തെ ഉത്സവത്തിനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ യെല്ലോ കളറാണ് കേട്ടോ. ആൻഡ് അടുത്തത് ഒരു മിക്സഡ് ഷെയ്ഡിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ബ്ലാക്കും റെഡും ആണ് കേട്ടോ. മിക്സ് ആയിട്ട് ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന നല്ലൊരു ബാൻഡിലാണേ. അപ്പം ഇതൊക്കെ നിങ്ങൾ മിക്കവാറും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എവിടെ കുപ്പിവള ഷോപ്പ് കണ്ടാലും നിങ്ങൾ നോക്കുക കേട്ടോ. ഇതൊരു ഭയങ്കര ഭംഗിയാണ് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാനായിട്ട്. ഇതും ഈ ഒരു സെയിം മെറ്റലിൽ വരുന്നതാണ്, കുറച്ച് കട്ടിയുള്ള മെറ്റലിൽ വരുന്ന ഒരു വൈൻ മെറൂൺ എങ്ങനെ വേണമെങ്കിലും പറയാം. മിക്കവാറും ഉള്ള ആ ഒരു ഷെയ്ഡിൽ വരുന്ന എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇത് സ്യൂട്ടാവും. അടുത്ത ബാംഗിൾ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഉത്സവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ കുപ്പിവളകളൊക്കെ കിട്ടുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈസ്റ്റ് നടയിൽ ഈ പൂക്കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ കടകളുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു കുപ്പിവള സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ഷോപ്പാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് അല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡസൺ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ 40, 60 ഈ റേഞ്ചിലാണ് കേട്ടോ. കുറച്ച് പ്ലെയിൻ ആണെങ്കിൽ 40, കുറച്ച് ഡിസൈൻ വരുന്നതാണെങ്കിൽ 50. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന മോഡലിലൊക്കെ ആണെങ്കിൽ 60. അല്ലാതെ ഭയങ്കര പ്രൈസ് ഒന്നും അല്ല. പിന്നെ ഇത് സാധാരണ കിളിപ്പച്ച കളറാണ്. ഞാനിത് എപ്പോഴൊക്കെയോ വാങ്ങിയ 2 ഡസൻ പൊട്ടിയൊക്കെ പോയിട്ടാണ് ഞാനിപ്പം ഒറ്റയായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ.
ഒരു കിളിപ്പച്ച ഷെയ്ഡിലാണ്. ചിലപ്പോൾ ഞാൻ ഇതായിരിക്കും അല്ലെങ്കിൽ വേറെ ആയിരിക്കും കയ്യിലിരുന്നത്. എന്തായാലും ഞാൻ നോക്കാം. ഇതാണോ എനിക്ക് കൂടുതൽ ഇതിന് സ്യൂട്ട് ആവണത്? ഏത് വിഷ്ണു? ഈ ഡ്രസ്സിന് ഇതല്ലേ? അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് കേട്ടോ. സെയിം കളർ ആണെങ്കിലും കണ്ടോ മെറ്റലിന് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ട് കുറച്ചും കൂടെ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് ആ കളർ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതൊരു ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ പോളിഷ്ഡ് ടൈപ്പാണ്. അപ്പം ഇത് ഞാൻ ഇപ്പുറത്തെ കയ്യിലിടാം. ഓക്കെ 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 അപ്പോൾ രണ്ട് കയ്യിലും മാച്ചായി. ഞാൻ എനിക്ക് ഏകദേശം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് ബാംഗിൾസ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇത് മെറൂൺ കളറാണ്. ഇതും ഞാൻ എപ്പോഴൊക്കെയോ പൊട്ടി വാങ്ങിയത് ഞാനിപ്പം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാ ഫാൻസിയിലും കിട്ടുന്ന കോമൺ ആയിട്ടുള്ള കളറാണ് ഈ മെറൂൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതൊരു വൈൻ ഷെയ്ഡാണ്, പക്ഷേ ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ ഫോട്ടോസ് സൈഡിൽ കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എന്ത് കളറാണെന്ന് പറയാൻ പറ്റില്ല. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതും അതിൻ്റെ കൂടെ കാണിച്ചു തരാനുള്ളതാണ്. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു ഓഷൻ ബ്ലൂ വളയൊക്കെ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഇതും ഞാൻ ആറ്റുകാൽ പൊങ്കാല സമയത്ത് തന്നെ വാങ്ങിയൊരു ബാംഗിളാണ്. മെറൂൺ കളറാണ് കേട്ടോ, കുറച്ച് ഡാർക്ക് മെറൂൺ കളറാണേ. ഇതിൽ കുറച്ച് ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള റോയൽ ബ്ലൂ ബാംഗിളാണ്. ഇത് എല്ലാ ഫാൻസി ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള. ഇതൊക്കെ ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമുള്ള ബാംഗിൾസാണ്. ഇതും ഞാൻ എവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ എന്തോ പോയി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർക്കറ്റിൽ എന്തോ പോയ സമയത്ത് കുറച്ച് കളർ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. ഇതൊരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ്. ഇത് ചില്ലി റെഡ്. എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള മെറ്റലിലാണ് ചില്ലി റെഡിലെ ബാംഗിൾസ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ കൊഞ്ചറോള പൊങ്കാലയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരുന്നാലും ഞാൻ അമ്മയുടെ കൂടെ വണ്ടിയിൽ പോയി കുപ്പിയോള വാങ്ങാൻ വേണ്ടി മാത്രം പോയതാണ് കേട്ടോ. പിന്നെ ഇത് കുപ്പിവളയല്ല. എൻ്റെ കയ്യിലുള്ളതിൽ 3 ഡസൻ മാത്രമേ ഉള്ളൂ കുപ്പിവള അല്ലാണ്ടുള്ളത്. അത് ഈ ഒരു യെല്ലോ കളറും ഒരു വൈറ്റും ഒരു ബ്രൗണും ആണ് കേട്ടോ. ഇത് ത്രെഡ് ബാങ്കിളാണ്. ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ളതിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒരു പർപ്പിൾ ഗ്രേയിഷ് കളറിൽ വരുന്ന ബാങ്കിളാണ് കേട്ടോ. ഇതിൻ്റെയും ഡിസൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഫോട്ടോ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതും ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ആഴ്ചയിൽ പുതിയ കളക്ഷൻസ് വരുമെന്ന് അവർ പറയണേ. ഇത് പ്ലെയിൻ വൈറ്റ് എല്ലായിടവും കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയതേ ഉള്ളൂ. ഇത് കുറച്ച് ഡാർക്ക് റെഡ് കളറാണ്. ഇതിലും ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് വൈൻ ഷെയ്ഡാണ്, അതായത് ഡീപ്പ് പർപ്പിളാണ്. അതിലിങ്ങനെ ഒരു വൈറ്റ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡീപ്പ് റെഡിൽ തന്നെ ഗ്രീൻ കളറാണ്. ഇതൊക്കെ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഡിസൈൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഡിസൈനാണ്. പിന്നെ ഇതൊരു യെല്ലോ കളർ ബാങ്കിളാണ്, ഗ്ലാസ് ബാങ്കിളാണ്. വേറെ പ്രത്യേകിച്ചില്ല, സാധാരണ ബാങ്കിളാണ്. അപ്പം കളറിൻ്റെ വെറൈറ്റി കൊണ്ട് ഞാൻ ഇത് ഒരു 3 വർഷം പഴക്കമെങ്കിൽ ഈ ഒരു ബാങ്കിളിനുണ്ട്. പിന്നെ ഇതും ഒരു പിങ്കിഷ് റെഡിഷ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അകത്ത് റെഡും പുറമേ പിങ്കും ആണ്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബാങ്കിളാണ്. ഇതും ഞാൻ പൊങ്കാലയ്ക്ക് എന്തോ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ അടുത്തുനിന്നൊരു ഫാൻസിയിൽ മോൻ്റെ നൂലിയേട്ടിന് വേണ്ടി വാങ്ങിയാണ്. കുറച്ചൊക്കെ പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. പിന്നെ ഇത് പണ്ട് ഈ ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് അമ്മ വാങ്ങിയതാണ് കേട്ടോ. ഇത് അമ്മയുടെ അളവിന് കറക്റ്റായിട്ട് പറഞ്ഞതാണ്. ബ്ലാക്കിൽ വൈറ്റ് ഇത് വരുന്നത്. ഇത് അതേ സമയത്ത് തന്നെ വാങ്ങിയതാണ്, ബ്ലൂയിൽ വൈറ്റ് വരുന്നത്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ പൊങ്കാലയ്ക്ക് വാങ്ങിയാണ്. അകത്തൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, നടുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നത്. പിന്നെ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ലൈറ്റ് ബ്രൗൺ വളയാണ്, പ്ലെയിൻ വളയാണ്. ഇതൊരു ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നത്. ഇത് കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടൊരു വളയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. ഇതും ഞാൻ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. 2 വർഷം മുന്നേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. ഓറഞ്ചിൽ വൈറ്റ് ഷെയ്ഡാണ്. ഈ ഡിസൈൻ എല്ലാം ഞാൻ 2 വർഷം മുന്നേ വാങ്ങിയതാണ്. ഇത് പ്ലെയിൻ ഷെയ്ഡ്. ഇത് കഴിഞ്ഞ തവണ കൊഞ്ചറോള പൊങ്കാലയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. ഈ പ്ലെയിൻ പർപ്പിൾ എനിക്ക് ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇതും ഒരു വെറൈറ്റി ബ്ലൂ കളർ. ഈ ബ്ലൂവിന് ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ റാൻഡമായിട്ട് വള കാണുമ്പോൾ വാങ്ങിയാലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറെ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. ഉള്ള കളറിലായിരുന്നാലും വേറെ മോഡലായിരിക്കും. അങ്ങനെ ഒരേപോലത്തെ വള ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇനി ചിലപ്പോൾ വാങ്ങാം. ഇതൊരു ഓഷൻ ബ്ലൂവിൽ ഡിസൈൻ വരുന്നതാണ്. ഇതും ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് വാങ്ങിയ. ഇതൊരു സ്കിൻ കളർ പോലെ ഒരു ഗോൾഡ് ഇടുമ്പോഴത്തേക്കും ഒരു ഗോൾഡ് കളർ തോന്നും. ഇത് പ്ലെയിൻ ആണ്, ഭയങ്കര ഭംഗിയൊന്നുമില്ല, എന്നാലും ഇല്ലാത്ത കളറായിട്ട് വാങ്ങി. ഇത് ബ്ലാക്കിൽ റെഡ് വൈറ്റ് ഡിസൈൻ വരുന്നത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. ഇതും ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. ഇത് ഞാൻ റാൻഡമായിട്ട് ഫാൻസിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പണ്ടൊക്കെ ഇതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴല്ലേ കുപ്പിവളയുടെ ഒരുപാട് ഫാഷൻ ഒക്കെ വന്നത്. പിന്നെ ഇത് റെഡ് കളറാണ്, ഒരു നോർമൽ റെഡ് കളർ വളയാണ്. ഇത് ഫാൻസിയിൽ നിന്നൊക്കെ വാങ്ങിയതാണ്.
എൻ്റെ കയ്യിലുള്ള ത്രെഡ് ബാംഗിൾസിൽ ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കളക്ഷനാണ്. ഒരു വൈറ്റ് നേരിയതിനൊക്കെ കൊടുക്കാൻ നല്ല പറ്റിയതാണ് കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ കളറും എക്സാക്റ്റ് ആയിട്ട് എനിക്ക് ഈ 2 കളറിൻ്റെയും ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ സാധാരണ കുപ്പിവള, കരിവളയാണ് കേട്ടോ. ഇതൊക്കെയാണല്ലോ കുപ്പിവള ട്രെൻഡായ സമയത്ത് ഏറ്റവും ട്രെൻഡായ സംഭവം. ഇത് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതൊരു യെല്ലോ ആൻഡ് റെഡ് ഓറഞ്ച് എല്ലാ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു അടിപൊളി വളയാണ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തെ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതൊരു റോയൽ ബ്ലൂ കളറാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഒരു 3 years ബാക്ക് വാങ്ങിയാണ്. കിളിപ്പച്ച കളറിൽ വൈറ്റ് ഡിസൈൻ വരുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര ഗ്ലേസിങ് തോന്നുന്ന ഒരു മെറ്റൽ ഫിനിഷ് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ബ്ലൂ കളർ ബാങ്കിളാണ് കേട്ടോ. ഇത് എനിക്ക് കുറച്ച് വലിയ സൈസാണ്, അമ്മയുടെ സൈസാണ്, എന്നാലും ഞാൻ ഇടും. ഇത് മീനാക്ഷി വളയലെന്ന് പറയും, മീനാക്ഷി അമ്മൻ വളയൽ. ഇത് ആക്ച്വലി ഞാൻ മധുരയിൽ നിന്ന് വാങ്ങിയാണ്. ഈ ഒരു ഡിസൈൻ ഇവിടെ ഇപ്പം കിട്ടും കേട്ടോ. എല്ലാ കളറും ഉണ്ട്. ഇത് ബോട്ടിൽ ഗ്രീൻ ആണേ. പിന്നെ ഇത് ബ്ലാക്ക് ആണോ എന്താണോ, ഇത് ഒരു കോപ്പർ ഷെയ്ഡ് പോലെയാണ്. നമുക്ക് എപ്പോഴും ഓരോ സ്ഥലത്തേക്കും ഓരോ കളറായിട്ട് തോന്നും. വൈറ്റ് ഡിസൈൻ വരുന്ന ബാങ്കിളാണ് കേട്ടോ. ഇത് ഞാൻ ആറ്റുകാലിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കൊഞ്ചിറവള പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. കാരണം ഇതിൽ ഡിസൈൻ വരുന്നുണ്ട്, ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ബ്ലാക്ക് കുപ്പിയോളയാണ്, പക്ഷെ ഡിസൈൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതും ഞാൻ റീസെൻ്റ്ലി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിയതാണ്. ബ്ലൂവിൽ ബ്ലാക്ക് രണ്ടും കൂടെ ചേർന്ന് വരുന്നത്. ഇത് ഈ സെയിം കളറാണ്, അതിലൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്നതാണ്. ഇത് ഞാൻ തൊഴുവങ്കോട് അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് പോയി വാങ്ങിയത്. എല്ലാ അമ്പലത്തിലെയും കുപ്പികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ മോൻ്റെ ചോറുടുപ്പിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ വള, അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് മാച്ചായിട്ട്. ഇതും അതിന് വേണ്ടി വാങ്ങിയതാണ്. ബ്ലാക്ക് ആണ്, പക്ഷെ ഒരു മെറ്റൽ ഫിനിഷ് തോന്നി. ഇത് സിൽവർ ഓക്സിഡൈസ് ജ്വല്ലറിയുടെ കൂടെയൊക്കെ ഇടാൻ നല്ല പറ്റിയ വളയാണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് റെഡ് ആണ്. ഇതിലൊരു മെറ്റൽ ഫിനിഷ് വരുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ, എല്ലാ കളറിലുണ്ട്. ഇത് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ വള. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. മാച്ചിന് കിട്ടുന്ന സമയത്ത് ഞാൻ ഇടും. ഇത് ഞാൻ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് വാങ്ങിയാണ്. ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞില്ലേ, ഒരു മെറ്റൽ ഫിനിഷ് വരുന്ന ഗ്രീൻ കളർ ബാങ്കിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പോൾ ഏകദേശം 57-58 ഡിസൈനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കുപ്പിവള കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുപ്പിവളയൊക്കെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്കും ഈ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്തേക്കുക. കുപ്പിവള ക്രേസ് ഉള്ള എന്നെ പോലെ ഉള്ളവർ ഉറപ്പായിട്ടും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളും കുപ്പിവള ക്രേസ് ആണെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. ഇനി ഞാൻ വാങ്ങും, ഈ കട്ടിൽ ഇനി നിറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. കളേഴ്സൊക്കെ ഏകദേശം ഉണ്ട്, പക്ഷെ പുതിയ പുതിയ ഡിസൈൻ വരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വാങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വർണ്ണവളയെക്കാളും ഏത് വളയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം സ്റ്റോൺ ബാങ്കിൽ എല്ലാത്തിനേക്കാളും എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കുപ്പിവള ഇഷ്ടമല്ല നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ കറൻ്റ് ട്രിവാൻഡ്രത്ത് കുപ്പിവള കിട്ടുന്നത് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. പെർമനൻ്റ്ലി ഒരുപാട് ബാംഗിൾസ് ഉണ്ട് കേട്ടോ. വീക്ക്ലി പുതിയ കളക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.